നമസ്കാരം. നമ്മളുടെ ആലപ്പുഴയിലുള്ളൊരു ഉസ്താദ് അൻസാരി സുഖരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ടാകും. അദ്ദേഹം ഒരു ഹിന്ദു കുട്ടിയെ, അവർക്കെന്തോ ഒരു സാമ്പത്തിക പ്രശ്നം വന്നു, അസുഖം മറ്റോ വന്നു. 28 ലക്ഷം രൂപ അദ്ദേഹം പലയിടത്തു നിന്നായിട്ട് പിരിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി വെച്ച് ചോദിച്ചു, കിട്ടി. അത് ഈ കുട്ടിക്ക് വേണ്ടി ചെലവഴിച്ചു. ആ ഒരു കാര്യത്തെ പോലും അതിനകത്ത് പോലും ശരിയല്ലായ്മ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹിന്ദുത്വവാദികൾ, RSSകാർ, അതിലൊരുത്തൻ പോരാളി കർണൻ എന്നാണ് പേര്. അയാളുടെ വർത്തമാനം കേട്ടാൽ അറിയാം, ഒരു കടുത്ത തീവ്രവാദിയാണ് എന്നറിയാം. നമ്മളുടെ ഹിന്ദുത്വ തീവ്രവാദി അങ്ങനെ കുറേ എണ്ണം ഉണ്ടല്ലോ ഇവിടെ. അത് നിങ്ങളിന്ന് കേൾപ്പിക്കാം. എന്നിട്ട് അയാൾ പറയുന്ന ആ ഏഭ്യത്തരം, അത് എൻ്റെ ഒരു ബാധ്യതയാണ് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത്. അയാൾ പറയുന്ന ഏഭ്യത്തരം ആദ്യം ഒന്ന് കേൾക്കണം കേട്ടോ. നമ്മുടെ നാട്ടിൽ പുതിയ തരം ഒരു വിപണി ഇറങ്ങിയിട്ടുണ്ട്, നന്മ മരം ബിസിനസ്. അതിന്റെ ലേറ്റസ്റ്റ് ഡീലറാണ് സോഷ്യൽ മീഡിയയിലെ ഈ അൻസാരി. ഒരു ഹൈന്ദവ കുടുംബത്തിലെ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് 28 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു വീഡിയോയുമായി മൂപ്പർ വന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യം, സഹായിച്ചതിനെ അംഗീകരിക്കാം. അങ്ങനെയിലെ ഈ അൻസാരി ഒരു ഹൈന്ദവ കുടുംബത്തിലെ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് 28 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു വീഡിയോയുമായി മൂപ്പർ വന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യം, സഹായിച്ചതിനെ അംഗീകരിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് മൂപ്പർ ക്യാമറ നോക്കി പറയുന്ന ഒരു വാചകമുണ്ട്. 28 ലക്ഷം രൂപ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചുകളും ജാതിമത ഭേദമന്യേ നമ്മളെല്ലാം കൂടി സമാധി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പൈസ 28 ലക്ഷം രൂപ 28 ലക്ഷം കിട്ടുള്ളൂ. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന നിങ്ങൾ എല്ലാവരും എല്ലാ സമയത്തും ഹിന്ദുക്കൾ നടത്താൻ വേണ്ടി വെല്ലുവിളിയൊന്നുമില്ല, അഭ്യർത്ഥനയാണ്. എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലുള്ള ഉള്ള ഇതസമാനം മാത്രമല്ല, വ്യക്തിഗതമായി അൻസാരി സൂര്യയെ കണ്ടല്ലോ. ഇതിൽ പോരാളി കർണൻ, അയാളാണ് ആദ്യം സംസാരിച്ചത്. ഒരു ആളെ സഹായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ചാരിറ്റി നടത്തുന്ന സമയത്ത്, അത് തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന ചരിത്രമല്ല. 28 ലക്ഷം രൂപയാണ് പിരിച്ച് ഈ കുട്ടിയുടെ അസുഖ സംബന്ധിയായിട്ടുള്ള കാര്യത്തിന് അദ്ദേഹം പിരിച്ചു കൊടുത്തത്. അത് അദ്ദേഹം മറ്റുള്ളവരെ അറിയിക്കേണ്ടതൊരാവശ്യമാണ്. അവർക്ക് ആ ഒരു ബോധം ഉണ്ടാകണം, ഇത്തരം ചാരിറ്റിയോടുള്ളൊരു താല്പര്യം അവരിലുണ്ടാകണം. അദ്ദേഹം അത് പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ അതിട്ടു, സമൂഹ മീഡിയയിൽ അതിട്ടു. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇവകൾ പറയുന്നത്, ഈ പറയുന്ന പോരാളി കർണൻ എന്ന് പറയുന്ന ഹിന്ദുത്വവാദി പറയുന്നത്, അങ്ങനെ അത് ചെയ്ത് അൻസാരി സൂരി എന്ന് അദ്ദേഹം ചെയ്തത് നല്ല കാര്യമാണ്, പക്ഷേ എന്തിനിത് നാട്ടുകാരോട് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷമം. അതിൽ ആ ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട്. ഒരു ലക്ഷ്മി കോണത്ത് അവർ, പിന്നെ ശശികല ടീച്ചർ, പിന്നെ 2 എണ്ണം ഉണ്ട്, അവരെനിക്കറിയില്ല. ഇവരൊക്കെ ഹിന്ദുത്വവാദികൾ തന്നെ. അവരുടെ ഫോട്ടോ കാണിച്ചിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. എന്താ അതിൽ കുഴപ്പം? ഇന്നത്തെ ഇപ്പോൾ ഇവിടെ ഇതിന് ഒരു മറുപടി പണി കൊടുക്കുക. എന്താണ്? മുസ്ലിങ്ങളെ സഹായിക്കുക. ഏതെങ്കിലും ഒരു മുസ്ലിം കുട്ടിക്ക് എന്തെങ്കിലും മാരകമായിട്ടൊരു രോഗം വരികയാണെങ്കിൽ നിങ്ങൾ പിരിച്ചു കൊടുക്കുക ഒരു 50 ലക്ഷം രൂപ. എന്നിട്ട് അത് ചിത്രത്തിലെടുത്തിട്ട് അൻസാരി സുഗരിയോട് ചോദിക്കുക, ഹേ അൻസാരി സുഗരി ഉസ്താദെ, നിങ്ങൾക്കിതിന് കഴിഞ്ഞോ? അങ്ങനെയല്ലേ പകരം വീട്ടുന്നത്? അങ്ങനെയല്ലേ പകരം വീട്ടുന്നത്? അങ്ങനെ പകരം വീട്ടുന്ന ഇതിനകത്ത് എന്തിനാ പ്രതികാരം? ഞാനിവിടെ മണ്ണാർക്കാടുള്ള സമയത്ത് അവിടെ താമസിക്കുമ്പോൾ അവിടെ ഒരു വീട് കത്തി. ഒരു പാവപ്പെട്ട ഹിന്ദുവിൻ്റെ വീടാണത്. ആ വീടിൻ്റെ പഴയ വീടാണ്. എവിടെയോ കത്തി ആ വീട് മുഴുവൻ. എന്തിനു പറഞ്ഞാൽ ആ വീട് മുഴുവൻ അതേപോലെ താഴ്ത്തേക്ക് അമർന്നു വീണു. അപ്പോൾ അതിനകത്ത് ആൾക്കാരുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അവർ ചെന്നപ്പോൾ ആ സ്ത്രീ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവരുടെ ഭർത്താവ് അവിടെ ഇല്ലെന്നോ അതോ മരിച്ചു പോയെന്ന് എനിക്കറിയില്ല. ആ 2 കുട്ടികളും പുറത്തു വന്നു. അപ്പോൾ ആ കുട്ടികളൊന്ന് കരയാണ്, എൻ്റെ ഉടുപ്പ്, എൻ്റെ പുസ്തകം, ഇതൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. ഈ സ്ത്രീയും പറയുന്നത്, അയ്യോ എൻ്റെ പാസ്ബുക്ക് ഉണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരു ഹിന്ദി ഭാഷ അവിടെയുണ്ട്, അല്ല അറബിക് ഭാഷ അവിടെയുണ്ട്. അവർക്ക് ഓടിക്കൂടി അവിടെ ചെന്ന് അവർ പറഞ്ഞു, അതേ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, ആദ്യം തന്നെ വീട്ടിലേക്ക് ചെല്ലുക, നിങ്ങളുടെ സകല സാധനവും എന്തൊക്കെ അവിടെ നഷ്ടപ്പെട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം, അതൊക്കെ നമുക്ക്. അദ്ദേഹം അറബി ഭാഷയാണ്, ഒരു മുസ്ലിമാണ് അദ്ദേഹം. ഞാൻ അവിടെ താമസിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് അദ്ദേഹം താമസിച്ചിരുന്നത്.
ഞാനായിട്ട് വലിയ ബന്ധത്തിലായിരുന്നു. എന്തിനു പറഞ്ഞു, വീട്ടിലേക്ക് ആദ്യം ചെല്ലും. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ വൈഫ് ഓടി വന്നിട്ട് ഇവരെ പിടിച്ച് നടക്കടി, അങ്ങോട്ട് നടക്കും, നീ അങ്ങോട്ട് നടക്കും, ഇവിടെ ഒന്നും കാര്യമൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് ശരിയാക്കാം. എന്തിനു പറഞ്ഞു, അത് പപ്പടം പൊടിയുന്ന പോലെ വീട് പൊടിഞ്ഞു പോയി. അങ്ങനത്തെ ഒരു വീടായിരുന്നു അത്. അന്ന് വൈകുന്നേരം അവിടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, ഹിന്ദി മാസ്റ്റർ വീട്ടിൽ, അറബിക് മാസ്റ്റർ വീട്ടിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു സ്വർണ്ണക്കടക്കാരൻ, അദ്ദേഹം ഒരു മുസ്ലിമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയാമോ? അതേ, മീറ്റിംഗ് ഒക്കെ നമുക്ക് പണി ആരംഭിക്കട്ടെ, അവിടെ നാളെ തന്നെ പണി ആരംഭിക്കട്ടെ, അതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു, ബാക്കി പിരിവും കാര്യങ്ങളും പിന്നെ ആകാമെന്ന്. പിറ്റേ ദിവസം അവിടെ ബുൾഡോസർ ഒന്ന് പണി ആരംഭിക്കുകയാണ്. ഒരു 1.5 മാസത്തിനുള്ളിൽ ആ വീട്, കാരണം അദ്ദേഹം ഒരു കോൺട്രാക്ടർ കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു 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 എൻജിനീയർ ഉണ്ട്, ഒരു വൈക്കത്തുകാരനാണ്, വളരെ സരസനായിട്ടുള്ള വ്യക്തി. അസംബന്ധമായിട്ടുള്ള വാക്കുകൾ പറയും, പക്ഷേ ആരും ദേഷ്യപ്പെടുന്ന രീതിയിൽ പറയില്ല. 1.5 മാസം കൊണ്ട് അതിൻ്റെ വർക്ക് തീർത്തു കൊടുക്കുകയാണ്. അത് തീർത്തു കൊടുത്ത മുസ്ലിങ്ങൾക്ക് എന്തോ തണ്ടിയൊക്കെ കിട്ടുമെന്ന് വെച്ചിട്ടല്ല, അതിലൊരു മാനവികത, ഒരു ഹ്യൂമാനിറ്റി, അത്രമാത്രമേ ഇവർ കണ്ടുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇത് ചാനലൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിനെ മറ്റേ സോഷ്യൽ മീഡിയയിലിട്ടു, എന്നിട്ട് ഹിന്ദുക്കളെ അവഹേളിച്ചു എന്ന് ആലോചിച്ച് നോക്കണം. 28 ലക്ഷം രൂപ കൊടുത്ത് ആ കുട്ടിയുടെ അസുഖ കാര്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ എന്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, ഹിന്ദുക്കൾ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല, ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരുന്നു നമുക്കറിയാം. അവിടെ പ്രശ്നം വന്നാൽ ഓടിച്ചെല്ലുക എവിടെയാണ്? പള്ളിയിലച്ഛൻ്റെ അടുത്തേക്ക്. പള്ളിയിലച്ഛൻ ഓടിച്ചെല്ലല്ല, അവനങ്ങോട്ട് വിളിച്ചേൻ, ദൈവനങ്ങോട്ട് വിളിച്ചേൻ, ഏതെങ്കിലും മറ്റേ പലചരക്ക് പിടിക്കാരനോ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എൻജിഒയുടെ ഡോക്ടറായിരിക്കും. അതെ, ഒരു 10,000 കൊണ്ട് അച്ഛൻ എൻ്റെ 10,000 കൊണ്ടുപോടാ എന്തിനു പറഞ്ഞതാ, ഇരുന്നോടത്തിരുന്ന് അദ്ദേഹം അവിടെ വെച്ച് 50 ലക്ഷം രൂപ ഉണ്ടാക്കും. അവിടുത്തെ വീട് നശിച്ച വീടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് അവർ ചെയ്തു കൊടുക്കും. പക്ഷേ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു സിസ്റ്റമേ ഇല്ല. ഇവർ ഈ അൻസാരി സൂര്യയെ കളിയാക്കുന്നത്, നിങ്ങൾ എന്തിനാ അത് ചെയ്തത്, നിങ്ങളോട് ആരെങ്കിലും ചെയ്യാൻ പറഞ്ഞു, എത്ര വലിയ ചെറ്റത്തര അവർ പറയും, എത്ര വലിയ അപരമായിട്ടുള്ള വാക്കുകൾ അത് പറയുന്നത്. ആ ചെയ്ത കാര്യം അതുപോലെ ഇനി അൻസാരി സൂരിയുടെ വംശത്തിൽപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ട ആളുകളെ അദ്ദേഹം സഹായിച്ചോട്ടെ, നമ്മുടെ മതത്തിൽപ്പെട്ട ആളുകളെ നമുക്കും സഹായിക്കാം. ആ ഒരു ബോധം സ്വയം മനസ്സിലേക്ക് കയറ്റി വെക്കല്ലേ വേണ്ടത്. ഈ പ്രണാദിൽ കാണുന്ന ആൾക്കാർ, അത് ശശികല ടീച്ചറാണെങ്കിലും അത് ലക്ഷ്മി കോണത്താണെങ്കിലും മറ്റോ വെച്ചാലും ഹിന്ദു 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 എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇവിടെ 40,000 ക്ഷേത്രങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. അതിൽ തന്നെ 30,000 ക്ഷേത്രങ്ങളും അടിപൊളി ക്ഷേത്രങ്ങളാണ്. തൃശ്ശൂർ പൂരം നടത്താൻ വേണ്ടിയിട്ട് 4 ചില്ലാനം കോടി രൂപ വേണം. അതിൻ്റെ അപ്പുറം കിട്ടുന്നുണ്ട് അവിടെ, അത് വേറെ കാര്യം, അതിൻ്റെ അപ്പുറം കിട്ടുന്നുണ്ട് അവിടെ. അത് ഒരു പാറമേക്കാവിനും തിരുവമ്പാടിക്കും കൂടി മാത്രമാണെന്ന് അറിയില്ല, മറ്റേ ക്ഷേത്രം കൂടിയിട്ടാണെന്ന് അറിയില്ല. 4 കോടി രൂപ വേണമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ആർഭാടങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ 40,000 ക്ഷേത്രങ്ങൾ 30,000 ക്ഷേത്രങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പുറ്റിങ്ങൽ ഈ പ്രശ്നം ഉണ്ടായി. പുറ്റിങ്ങൽ വെടിയപകടം ഉണ്ടായി. അവിടെ 100-108 ആൾക്കാർ മരിച്ചവർ ഭാഗ്യവാന്മാർ. കാരണം ജീവിച്ചിരിക്കുന്നവർക്ക് വെച്ചാൽ കൈയില്ല, മൂക്കില്ല, കണ്ണില്ല. അവിടെയുള്ള ഒരുപാട് കുട്ടികൾ അനാഥരായി. ആ സമയത്ത് ഈ കുട്ടനാടിലുള്ള പച്ച എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ. ഞാൻ അങ്ങനെ ഒരു സ്ഥലം ഇപ്പം എൻ്റെ ഓർമ്മയിൽ അതാണ് ഞാൻ കാണുന്നത്, പച്ച. ആ പച്ചയിലുള്ള ഒരു പള്ളിയിൽ അവിടെ മറ്റേ അവരുടെ പെരുന്നാളായിരുന്നു. അവരെന്ത് ചെയ്തു, അതിനുവേണ്ടി വെടിക്കെട്ടിന് വേണ്ടി വെച്ച് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ അവിടുത്തെ ഫാദർ പറഞ്ഞു, ഇത്തവണ വെടിക്കെട്ട് വേണ്ട, നമുക്ക് അവിടെ ഇവിടെ പൂത്തിരില്ലാത്ത കമ്പ്യൂട്ടറിൽ കത്തിക്കാം, ഈ പൈസ അവിടേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അതേ സമയത്ത് തൃശ്ശൂരിൽ ഈ പാറമേക്കാവും തിരുവമ്പാടി ക്ഷേത്രക്കാർ ജാഥ നടത്തുക, ധർണ നടത്തുക. എവിടെ? മറ്റേ നമ്മളുടെ കളക്ട്രേറ്റിന് മുമ്പിൽ പൂർവാധികം ശക്തിയിൽ വെടിക്കെട്ട് കത്തിക്കാനുള്ള അനുവാദം തരണമെന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഹിന്ദുവിൻ്റെ സ്വഭാവം. അതാണ് അതിനുള്ള ഹിന്ദുത്വവാദികൾ വേറെ. ഹിന്ദുത്വവാദികൾ ചെയ്യുന്ന ഹിന്ദുവിൻ്റെ പേരിൽ നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളില്ലെന്നല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വസമുദായത്തിൽപ്പെട്ട ആളുകൾ, ആ ആളുകൾക്ക് വേണ്ടി ഒരു വിവിധ തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. പട്ടിണി കിടക്കുന്നവരുണ്ടായിരിക്കും, ഭർത്താവ് മരിച്ചു, അമ്മയ്ക്ക് അസുഖം, അച്ഛൻ മരിച്ചു, 2-3 കുട്ടികൾ, അവർ പിച്ചതണ്ടേണ്ടുന്ന ഗതികേടുകൾ, അത്തരം കാര്യങ്ങൾ നോക്കി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ അല്ല കഴിയുക. മുസ്ലിങ്ങൾക്ക് എത്ര പള്ളിയുണ്ട്? ഇന്നിപ്പോൾ ഹിന്ദുക്കളുടെ അമ്പലത്തിനെ കണക്കെടുക്കുമ്പോൾ അതിൻ്റെ 3-1 ഉണ്ടാവില്ല മുസ്ലിങ്ങൾക്ക്. 3-1 അതിൻ്റെ 4-1, ചിലപ്പോൾ 10-1 ഉണ്ടാവില്ല. ഇത് ഈച്ച് ആൻഡ് എവരി നുക്കൻ കോർണർ അമ്പലങ്ങളുണ്ട്.
ഈ അമ്പലങ്ങൾ അതൊരു ചാരിറ്റി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ കാര്യങ്ങളിൽ നീക്കുകയാണെങ്കിലും ഈ RSR ഘടനായിക്കുന്നൊരു പരിപാടിയുണ്ട്. ഏതൊരു ചെറിയൊരു മറ്റെന്തായാലും പറയാം, നമ്മളിപ്പോൾ ഏതൊരു ഹിന്ദുവിൻ്റെ വീട് ചോദിച്ചാൽ അയാൾ എന്താ പറയുക, അതിന് ആ പന്തളമില്ലേ, ആ പന്തളത്തിൽ നിന്ന് കിഴക്കോട്ടൊരു വഴിയില്ലേ, ആ കിഴക്കോട്ട് നിന്ന് വഴി 3 കിലോമീറ്റർ അപ്പുറത്ത് പോകുമ്പോൾ ഒരു അമ്പലം കാണാം, അതിൻ്റെ ഇടതുവശത്ത് വേറൊരു അമ്പലം കാണാം, അതിൻ്റെ വലതുവശത്തുള്ള അമ്പലം, എല്ലായിടത്തും ഈ അമ്പലമുണ്ട്. അപ്പോൾ അവർ സമൂഹത്തെ കൂടി മനസ്സിരുത്തിക്കൊണ്ട് തങ്ങളുടെ അമ്പലത്തിൻ്റെ ആ ചുറ്റുപാടിലുള്ള ആരെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിൽ, കുട്ടികൾക്ക് പഠിക്കാൻ പുസ്തകമില്ലായ്മയോ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖം വന്ന സമയത്ത് ചികിത്സിക്കാൻ പൈസ ഇല്ലായ്മ സമയത്ത് ഇവർ ഈ 40,000 ക്ഷേത്രങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നിസ്സാരം ആലോചിച്ചു, നിസ്സാരമല്ലേ വാസ്തവത്തിൽ. 40,000 ക്ഷേത്രങ്ങൾ കൂടിയിട്ട് ഈ 40,000 ക്ഷേത്രങ്ങൾ 1 രൂപ എടുത്താൽ 40,000 രൂപയായി, 10 രൂപ എടുത്താൽ 4 ലക്ഷം രൂപയായി. ഇവരെല്ലാവരും കൂടി 500 രൂപ എടുത്ത രൂപ എത്രയെന്ന് ആലോചിച്ച് നോക്ക്. 1000 രൂപ എടുക്കാൻ വല്ല വിഷമമുണ്ടോ? എല്ലായിടത്തും ആനവെടി, മിമിക്രി, നാടകം, യൂഫോറിയ, നിന്നു തുള്ളൽ, സിനിമാറ്റിക്കാട്ടം, അതുമായിട്ട് ഒരു പൈസ പൊട്ടിച്ച് കളയല്ലേ ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് വേറെ മുസ്ലിങ്ങളൊന്നും സഹായിക്കേണ്ട, അവരുടെ ആൾക്കാരുണ്ട്, അവരുടെ ഒരു സ്വഭാവം തന്നെ അതാണ്. നിങ്ങൾ ഹിന്ദുക്കൾക്കായിട്ട് കോർപ്പറേറ്റ് ഫണ്ട് ഉണ്ടാക്കി വെക്കണ്ടേ? ഇത് മുഴുവൻ പൊട്ടിച്ചു കളയാണോ ചെയ്യേണ്ടത്? ഇപ്പം തന്നെ കാണുന്നുണ്ടല്ലോ, നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം മാത്രമല്ല അവിടെ ഉണ്ടായിട്ടുണ്ടാവുക, അതിനാധാരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അപ്പുറത്തുണ്ടായിരിക്കും. നമ്മൾ കാണുന്നൊരു സുനാമി മാത്രമാണ്. എവിടെ നിന്നാണ് സുനാമി ഉണ്ടാകുന്നത്? കാറ്റടിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. അത് 5, 10, 15 കിലോമീറ്റർ താഴെ ഭൂമിയിലെ എന്തോ പ്ലേറ്റുകൾ അങ്ങോട്ട് മാറുന്നതിൻ്റെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന അത്ര മാത്രമേ ഉള്ളൂ. ഇതുപോലെ ക്ഷേത്രങ്ങൾ വാസ്തവത്തിൽ ആലോചിച്ച് നോക്കുക. പാവങ്ങൾ കൊണ്ട് പൈസ തള്ളുകയാണ് ചെയ്യുന്നത്. അത് തിരിച്ച് പാവങ്ങൾക്ക് ഒരു കാരണവശാലും ഒരിക്കലും കൊടുക്കുന്നില്ല. വിദ്യാഭ്യാസമായിട്ടോ അതല്ല ആതുര ശുശ്രൂഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും സുരക്ഷിതത്വത്തിന് വേണ്ടി 5 പൈസ ഇങ്ങോട്ട് കൊടുക്കുന്ന പരിപാടി അവർക്കില്ല. ക്രിസ്ത്യാനികളാണെങ്കിൽ അവിടെ YMCA, YWCA, ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും അവരുടെ പെൺകുട്ടികൾക്ക് അവർക്ക് സ്ഥാപനമുണ്ട്. ജാംഷഡ്പൂരിൽ പോയാലും ഉണ്ട്, മറ്റേ ചെന്നൈയിൽ പോയാലും ഉണ്ട്, ജയ്പൂരിൽ പോയാലും ഉണ്ട്, അല്ലെങ്കിൽ ഹരിയാനയിൽ പോയാലും അവർക്ക് താമസിക്കാൻ YWCA പെൺകുട്ടികൾക്ക്, YMCA ആൺകുട്ടികൾക്ക്. ഇത് വലിയ ഇവർക്കുണ്ടോ? ഇത് മാത്രമല്ല, അമ്പലത്തിലെ സ്ഥിതി എന്താ? ഗുരുവായൂർ അമ്പലത്തിൽ കൊള്ളയടിയപ്പോൾ കേട്ടു. എന്തെല്ലാം വെണ്ണല ക്ഷേത്രത്തിൽ ഈ സിനിമ വെടികളല്ല, സിനിമ നടികളുടെ എന്തോ കൂട്ടായ്മ അതിനുവേണ്ടി ഇപ്പം കണ്ടല്ലോ, കാര്യങ്ങൾ കണ്ടില്ലേ, അതിന് എത്ര 100 ലക്ഷം രൂപയോ മറ്റോ വെണ്ണല ക്ഷേത്രത്തിൽ നിന്ന് അവർ അണ്ണാക്കിൽ തന്നെയാണെന്ന് അറിയില്ല, അവിടേക്ക് തിരികെ വയ്ക്കാൻ വേണ്ടി കൊടുക്കാനോട് തീരുമാനമെടുത്തു വെണ്ണല ക്ഷേത്രക്കാരെന്ന്. എന്താ അവർക്കും ചെയ്യേണ്ടത്? ഈ പറയുന്ന RSSകാർ, ഇപ്പോൾ ലക്ഷ്മി കോണത്താണെങ്കിലും ശശികല ടീച്ചറാണെങ്കിലും അവർക്ക് അവരുടെ ദണ്ഡം ഉപയോഗിച്ച് ഇവിടേക്കല്ലേ ചെല്ലേണ്ടത്? തല തല്ലി പൊളിക്കണ്ടേ? ഹിന്ദുക്കളുടെ പൈസ, ഹിന്ദു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് തള്ളൂർ 1000 രൂപ. മോളുടെ കല്യാണം കഴിഞ്ഞു, അനുഗ്രഹം വേണം. ആരനുഗ്രഹം? അയാൾ ഒരെണ്ണത്തെ വാങ്ങിച്ചു, അനുഗ്രഹം കൊടുത്തു നമ്പൂരി, അയാളുടെ പോക്കറ്റിലിട്ടു. അതിന് കുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ മോൾക്ക് വിശേഷമുണ്ടേ, ഇതാ പിടിച്ചോളൂ 1000 രൂപ. അതിന് പ്രസവം നടക്കുന്ന സമയത്ത് 1000 രൂപ സുഖപ്രസവം, കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ 1000 രൂപ, കുട്ടിയുടെ 28 സദ്യക്ക് 1000 രൂപ. ഇതും കഴിഞ്ഞ് ഇങ്ങനെ പൈസ കൊടുത്ത് എല്ലാവരും തുടങ്ങുന്നു. ഈ പൈസ എവിടേക്കാണ് പോകുന്നത്? അതിൽ 5ൻ്റെ പൈസ തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ? ആ ഒരു സിസ്റ്റമേ ഇല്ല എന്നർത്ഥം. ഒരു മുസ്ലിമിന് അവിടെ ദുഃഖം ഉണ്ടായാൽ മുസ്ലിം പള്ളിയിലേക്ക് ഓടിച്ചെല്ലും, അല്ലെങ്കിൽ അവരുടെ ഇടവക എന്തായാലും പറയുക മഹലിലേക്ക് ഓടിച്ചെല്ലും. അത് ക്രിസ്ത്യാനി വെച്ചാൽ അവരുടെ പള്ളിയിലേക്ക് ഓടിച്ചെല്ലുക. അച്ഛനോട് പറയുക, അച്ഛോ ഇങ്ങനെ കാര്യം എന്ന് പറയുക. അച്ഛൻ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു വീട് കത്തിപ്പോയിരിക്കട്ടെ, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും അപകടം പറ്റിയിരിക്കട്ടെ, ഉടനെ തന്നെ അവിടെ കച്ചവടക്കാർ പറയാം എൻ്റെ 10,000 രൂപ പോയി. കാരണം അച്ഛൻ വിളിച്ചു പറയടാ ഒരു 10,000 കൊടുത്തായിക്ക്. അതിനുള്ള ശേഷി എന്നൊക്കെയുണ്ട്. ഹിന്ദുവിൻ്റെ സ്ഥിതിയോ? ഒരാളെയും ഹിന്ദു സഹായിക്കില്ല. എന്നിട്ട് ഇവർ അമ്പലക്കൊള്ള കണ്ടില്ലേ? ശബരിമലയിൽ അമ്പലക്കൊള്ള, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമ്പലക്കൊള്ള, ഇവിടെ നമ്മളുടെ സ്ഥലത്തിന് വരുന്ന ഗുരുവായൂർ അമ്പലക്കൊള്ള. മുസ്ലിങ്ങളുടെ പള്ളി പൊളിച്ചിട്ട് അവിടെ ശ്രീരാമൻ്റെ ക്ഷേത്രം പണിതു. അവിടുത്തെ സ്ഥിതിയോ ഭയങ്കര കൊള്ള. എല്ലാവരും തലകാലത്തി നടക്കുകയാണ് അവിടെ. ഇതാണ് അമ്പലങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ ഹിന്ദുക്കൾ നടത്തുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു മിന്നൽ ഒളിവെട്ടം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആളുകൾ, ഈ അൻസാരി സൂരി ഉസ്താദിനെ പോലുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി അദ്ദേഹത്തിന് ഒരു പൂച്ചെണ്ട് കൊടുക്കല്ലേ വേണ്ടേ? ഒരു മാല ഇടുകയല്ലേ വേണ്ടത്? അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു ഫോൺ ചെയ്തിട്ട് സന്തോഷമായിട്ടും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് സന്തോഷമായി, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരിക്ക് ഇങ്ങനെ ചെയ്തല്ലോ, സന്തോഷം, അങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ ഫാമിലിയുടെ ഫോട്ടോ എടുത്ത് അദ്ദേഹം കാണിച്ചപ്പോൾ ഹിന്ദുക്കളെ മുഴുവൻ അവഹേളിച്ചു എന്നാണ് പറയുന്നവരാ ഹിന്ദുത്വവാദികൾ.
ഏതെങ്കിലും ആശ്രമക്കാർ പറഞ്ഞു, മാതാമൃതാനന്ദമയ ആശ്രമം അത് പറഞ്ഞു, അല്ലെങ്കിൽ രാമകൃഷ്ണ മിഷൻ പറഞ്ഞു, അല്ലെങ്കിൽ ചിന്മയ മിഷൻ പറഞ്ഞു, അതല്ലെങ്കിൽ മറ്റേ അദ്വൈതാശ്രമം പറഞ്ഞു? ഇവരാരും പറഞ്ഞില്ലല്ലോ. പറയുന്നത് ഈ ഹിന്ദുത്വവാദികളാണ്. അവർക്ക് കാലത്ത് മുതൽ വൈകുന്നേരം വരെ, ഞാൻ ഇവിടെ ഈ ലക്ഷ്മി കോണത്തേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് എന്തിട്ട് ഒരുമിച്ച് പോകാൻ, ഒരുമിച്ച് കിടക്കാനോ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അവരുടെ മുഖം വെള്ളി വെളിച്ചത്തിൽ, അതായത് ഇതിൽ ഈ സ്ത്രീ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ ലക്ഷ്മി കോണത്ത്, അത് പറഞ്ഞാൽ തുടങ്ങുന്നത്. ആ പേരവിടെ അടിച്ചുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ പേര് ഞാൻ ലക്ഷ്മി കോണത്ത് എന്ന് പറഞ്ഞാൽ ആ പേരടിച്ചുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ, തുടങ്ങി കഴിഞ്ഞാൽ പറയാം മുസ്ലിങ്ങൾ. പിന്നെ മുസ്ലിങ്ങളുടെ ആര് പറഞ്ഞു, ഇവളുടെ അച്ഛൻ സൗദി അറേബ്യയിലുള്ള ഏതോ ഉസ്താദാണത്രേ, ഏതോ അറബിയാണത്രേ. കാരണം വായ തുറന്നാൽ മുസ്ലിം 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 ഇതേ ഇവൾക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും വിധത്തിൽ ഒരു ചാരിറ്റി, എന്തെങ്കിലും ചെറിയ സംസ്ഥാപനം ആരംഭിച്ച് ഈ വായിട്ട് അലയ്ക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ അടുത്ത് പോയിട്ട് അവരോടെന്തെങ്കിലും, ഞാനിവിടെ പാറമേക്കാവ് ക്ഷേത്രത്തിൽ പണ്ട് ഒരു കൃഷ്ണൻകുട്ടിയേട്ടൻ നാട്ടുകാർ മുഴുവൻ വിളിക്കുന്നത്, ഞാനും കൃഷ്ണൻകുട്ടിയേട്ടൻ എന്ന് വിളിക്കും. കൃഷ്ണൻകുട്ടി എന്നുള്ളതിനെ ചെറുക്കപ്പനാണ് KK മേനോൻ. അങ്ങനെ ഒരു ഗുരുവായൂർ കേശവൻ്റെ ഒരു തലയെടുപ്പുള്ള മനുഷ്യനാണ്. ഭാര്യ ഡോക്ടറാണ്, വലിയ തലയെടുപ്പുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് അമ്പലവും കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ സ്വാമിജി, പക്ഷെ അമ്പലത്തിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഒരു പാറമേക്കാവ് വിദ്യാമന്ദിർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു കോളേജ് ഉണ്ടാക്കി വെച്ചു. പിന്നെ ഹിന്ദുക്കളെ ദയിപ്പിക്കാനൊരു ശ്മശാനം ഉണ്ടായിരുന്നില്ല അവിടെ. അതവിടെ മറ്റേ കൂർക്കഞ്ചേരിക്ക് അപ്പുറത്തുള്ള സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോകണം. അത് SNDPടിയാണ്. നായന്മാരെ കൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് തല താത്തണം. എന്തിനും പറയണോ, എല്ലാവർക്കും വേണ്ടി ഹിന്ദുക്കൾക്ക്. ഇപ്പോൾ അവരും ഇവിടെയും ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ആയിരിക്കും. ഒരു ശ്മശാനം പണിതു, ആധുനിക രീതിയിൽ ശ്മശാനം പണിതു, അവിടെ ഒരു കോളേജും പണിതു, പാറമേക്കാവ് കോളേജ്. അതൊക്കെ എത്ര മഹനീയമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. എത്ര കുട്ടികൾ അവിടെ പഠിക്കുന്നത്, ക്രിസ്ത്യാനികൾ പഠിക്കുന്നുണ്ട്, മുസ്ലിംസ് പഠിക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാതെ ഇത്തരം ആളുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഡിസ്കറേജ് ചെയ്യുക വൃത്തികെട്ട പരിപാടിയാണത്. വൃത്തികെട്ട പരിപാടിയാണ്. അതിനപ്പുറമുള്ള ഭാഷ ഉപയോഗിക്കണം. ഞാനത് നിർത്തി. കാരണം എൻ്റെ വായ നാറാൻ തുടങ്ങി. ഇവറ്റകളെ പറഞ്ഞ് എൻ്റെ വായ നാറാൻ തുടങ്ങി. ആയതുകൊണ്ട് തന്നെ അൻസാരി സുഹരി ഉസ്താദെ, 100 ആൾ നിങ്ങളെ കളിയാക്കിയാലും നിങ്ങളെ ചീത്ത പറഞ്ഞാലും ദയവ് ചെയ്ത് ഈ ഒരുവൻ്റെ, ഞാൻ സ്വയം പറയട്ടെ, ഞാൻ പരമ്പരയിലുള്ളതാണ്, സാമ്പ്രദായികമായിട്ട് സന്യാസമെടുത്ത ആളാണ്. കേരളത്തിൽ അതൊന്നും ആർക്കും അറിയില്ല. ഞാൻ പറയുന്ന വാക്കിൻ്റെ മേലെ ഒന്ന് കൊണ്ടുവയ്ക്കണം കേട്ടോ. നിങ്ങൾ ചെയ്തത് മഹോന്നതമായിട്ടൊരു കാര്യമാണ്. ഒരു മഹോന്നതിൻ്റെ പരമ്പരയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയായിട്ടുള്ള മറ്റാരുമല്ല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ ആ പരമ്പരയിൽപ്പെട്ട അങ്ങ് ചെയ്ത്, ആ മഹോന്നതൻ്റെ പരമ്പരയിൽപ്പെട്ട അങ്ങ് ചെയ്ത് മഹോന്നതമായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. നമസ്കാരം.